ഹായ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈസിയസ് കാർഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERTയിലെ ഇന്ത്യ ചരിത്രത്തിൽ വരുന്ന മുഴുവൻ വർഷങ്ങളുമാണ്. ഇപ്പോൾ വർഷം മാത്രമേ ഞാനിതിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. എല്ലാ വർഷങ്ങളും പറയുന്നുണ്ട്, അപ്പോൾ ഒന്നും മിസ്സാക്കാതെ എഴുതിയെടുക്കുക. ഫസ്റ്റ് 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേ വന്നിട്ടുള്ളത്. ഓക്കെ. അടുത്തത് 1861 കേരളത്തിൽ റെയിൽവേ വന്നിട്ടുള്ളത്. അടുത്തത് 1809 കുണ്ടറ വിളംബരം. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മെയ് 10. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അടുത്തത് 1858 ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് 1858. ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നിയന്ത്രണത്തിലാക്കിയിട്ടുള്ള വിളംബരം. ഓക്കെ. അടുത്തത് 1828 ബ്രഹ്മസമാചാരം. ബ്രഹ്മസമാചാരം എന്നാണ് 1828. അടുത്തത് 1885 ഡിസംബർ 28 INCയുടെ രൂപീകരണം. 1885 ഡിസംബർ 28 INCയുടെ രൂപീകരണം. അടുത്തത് 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയതയുടെ കാലം എന്നറിയപ്പെടുന്നത്. അടുത്തത് 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത് 1905 നമ്മളുടെ ബംഗാൾ വിഭജനവും അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഓക്കെ. 1905 ബംഗാൾ വിഭജനവും ദേശീയ പ്രസ്ഥാനം. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് നിലവിൽ വന്നത്. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ്. 1907 കോൺഗ്രസ് സമ്മേളനം, സൂറത്തിലെ കോൺഗ്രസ് സമ്മേളനം എന്നാണ് 1907. അടുത്തത് 1916. ഓക്കെ. 1916 ഹോം റൂൾ പ്രസ്ഥാനം. നമ്മൾ ആനി ബസന്റിൻ്റെ ഹോം റൂൾ പ്രസ്ഥാനം, അതുപോലെ തന്നെ INCയുടെ ലക്നൗ സമ്മേളനം, പിന്നെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമൊക്കെ, ആദ്യത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമൊക്കെ 1916. അടുത്തത് 1957. 1957 പ്ലാസി യുദ്ധം. അടുത്തത് 1893 ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 1893 ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 1989 ലാരി ബേക്കർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 1989 ലാരി ബേക്കർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. അടുത്തത് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം 1917. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നാണ് 1918. അതുപോലെ തന്നെ സെയിം വർഷത്തിൽ തന്നെയാണ് ഖേദ സത്യാഗ്രഹവും. ഗുജറാത്തിലെ ഖേദ സത്യാഗ്രഹവും 1918 തന്നെയാണ്. 1917 വേറൊരു പ്രത്യേകതയുണ്ട്, പ്ലേഗ് ബോണസ്. 1917 പ്ലേഗ് ബോണസ്. അടുത്തത് 1919 റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം എന്നറിയപ്പെടുന്നത്. 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം എന്നറിയപ്പെടുന്നത്. 1919 റൗലറ്റ് ആക്ട്. 1919 റൗലറ്റ് ആക്ട്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ്. 1919 തന്നെ ഏപ്രിൽ 16 കരിദിനമായിട്ട് ആചരിക്കുന്നത്. 1919 ഏപ്രിൽ 16. ഇനി 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. 1940 ജൂലൈ 31. ഓക്കെ. അടുത്തത് 1921 മാപ്പിള കലാപം. 1921 മാപ്പിള കലാപം. വാഗൺ ട്രാജഡിയും സെയിം വർഷമാണ്, നവംബർ 10. 1921 നവംബർ 10 വാഗൺ ട്രാജഡി. ഓക്കെ. അടുത്തത് 1920. 1920 കുറച്ച് പ്രത്യേകത ഉണ്ട്. ഒന്നാമത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്
ആരംഭിച്ചത് 1920-ലാണ്. INCയുടെ കൽക്കത്ത സമ്മേളനം നടന്നത് 1920-ലാണ്. മഞ്ചേരിയിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920-ലാണ്. മഞ്ചേരിയിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920-ലാണ്. നിസ്സഹരണ സമരം 1920-ലാണ്. ചൗരി ചൗര 1922-ലാണ്. അടുത്തത് വരുന്നത് 1922-ആണ്. ചൗരി ചൗര ഉത്തർപ്രദേശിലാണ് നടന്നത്. ചൗരി ചൗര 1922-ലാണ്. ഓക്കെ. ഇനി 1923 സ്വരാജ് പാർട്ടി ജനുവരി 1-നാണ് 1923 സ്വരാജ് പാർട്ടി ജനുവരി 1. 1924-ലാണ് വൈക്കം സത്യാഗ്രഹം. നവംബർ 1-നാണ് 1924 നവംബർ 1-നാണ് സവർണ ജാഥ. ഓക്കെ. ഇനി 1925 ഓഗസ്റ്റ് 9-നാണ് കക്കോരി ട്രെയിൻ കൊള്ള. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഫാക്റ്റുകളാണ്, ഒന്ന് ശ്രദ്ധിക്കണം. 1925 കക്കോരി ട്രെയിൻ കൊള്ള ഓഗസ്റ്റ് 9-നാണ്. ഇനി അടുത്തത് 1929. 1929 ലാഹോർ സമ്മേളനം, നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1929 ലാഹോർ സമ്മേളനം, നെഹ്റു ആണ് അധ്യക്ഷൻ. 1930 ഉപ്പ് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം. 1931 മാർച്ച് 23-ന് സുഖ്ദേവിനെയും ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23-നാണ്. ഓക്കെ. ഇനി 1932-ലാണ് പൂന സന്ധി. 1932-ലാണ് പൂന സന്ധി. പിന്നെ 1930, 31, 32-ലാണ് വട്ടമേശ സമ്മേളനങ്ങൾ 1, 2, 3. അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അല്ലേ. ഇനി അടുത്തത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1944 ഫെബ്രുവരി 22-നാണ് കസ്തൂർബ ഗാന്ധി മരണമടഞ്ഞത്. 1944 ഫെബ്രുവരി 22. ഓക്കെ. ഇനി 1859 നീലം കർഷക കലാപം ബംഗാളിൽ. 1859 നീലം കർഷക കലാപം ബംഗാളിൽ. അടുത്തത് 1855 സാന്താൾ കലാപം. സാന്താൾ കലാപം 1855-ലാണ്. അടുത്തത് 2002-ലാണ് സിദ്ധുവിൻ്റെയും ഖാനിൻ്റെയും സ്റ്റാമ്പ് പുറത്തിറക്കിയത് കേട്ടോ. 2002-ലാണ്. 1812-ലാണ് കുറിച്യ കലാപം വയനാട്ടിൽ. 1812. 1905-ലാണ് സ്വദേശി പ്രസ്ഥാനം. 1905-ലാണ് സ്വദേശി പ്രസ്ഥാനം. 1906-ലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിൽ ചിദംബരം പിള്ള സ്ഥാപിച്ചത്. 1906-ലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത്. 1835-ലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. 1835-ലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. 1825-ലാണ് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷ ചെയ്യാനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത്. 1825 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷ ചെയ്യാനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത്. 1838-ലാണ് പൊതുവിവരങ്ങൾ നേടാനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത്. 1838. അടുത്തത് 1864-ലാണ് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി 1864-ലാണ് കേട്ടോ. 1861-ലാണ് ബനാറസ് സയൻറ്റിഫിക് സൊസൈറ്റി. 1861-ലാണ് ബനാറസ് സയൻറ്റിഫിക് സൊസൈറ്റി. 1876-ലാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത്. 1876 ഇന്ത്യൻ അസോസിയേഷൻ മഹേന്ദ്രലാൽ സർക്കാർ ബംഗാളിൽ സ്ഥാപിച്ചതാണ് കേട്ടോ. ഇനി 1856-ലാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം വന്നത്. ഇനി 1882-ലാണ് ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം എന്നാണ് 1882-ലാണ്. 1878-ലാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭു. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം. 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ. 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ കേട്ടോ. ഇനി 1916 DK ഖാർവേ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചു. DK ഖാർവേ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ. അടുത്തത് 1937-ലാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതിയും സക്കീർ ഹുസൈൻ കമ്മിറ്റിയും. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആരുടെയാണ്? ഗാന്ധിജിയുടെ അല്ലേ. അതുപോലെ സക്കീർ ഹുസൈൻ കമ്മിറ്റിയും.
1938 ഹരിപുര INC സമ്മേളനം. 1938 ഹരിപുര INC സമ്മേളനം. അടുത്തത് 1947 നമ്മളുടെ ത്രിവർണ്ണ പതാക ദേശീയ പതാകയായിട്ട് സ്വീകരിച്ചത്. 1947. 1907 മാഡം ഭിക്കാജി ഗാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ പതാക ഉയർത്തിയത്. 1907 മാഡം ഭിക്കാജി ഗാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ പതാക ഉയർത്തിയത്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിതമായി. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ്റെയും നെഹ്റുവിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അരുണ ആസിഫ് അലിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1911 ജൂലൈ 17 വാഞ്ചി വില്യം ഡെസ്കോട്ട് ആഷയെ വധിച്ചത്. ആ ദിവസം തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയായി മാറിയത് വാഞ്ചി. 1987 ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഭാരതരത്ന ലഭിച്ചത്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ജൂലൈയിൽ. 1947 ജൂലൈ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. 1948 ജനുവരി 30 ഗാന്ധിജി മരിച്ചത്. 1948 ജനുവരി 30 ഗാന്ധിജി അന്തരിച്ചു. 1946 ഭരണഘടനാ നിർമ്മാണ സഭ. 1946 ഭരണഘടനാ നിർമ്മാണ സഭ. 1950 നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് അല്ലേ. അടുത്തത് 1951-52 വർഷത്തിലാണ് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം. 1954 ഫ്രാൻസിൽ നിന്ന് പോണ്ടിച്ചേരി, ഖാരം, മാഹി, യാനം ഇവയെല്ലാം മോചിതമായത്. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു മോചിതമായത്. അടുത്തത് 1952 ഒക്ടോബർ 2 55 പരിപാടി. 1952 ഒക്ടോബർ 2 55 പരിപാടി. 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. 1962 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി. 1969 ഓഗസ്റ്റ് 15 ISRO. 1969 ഓഗസ്റ്റ് 15 ISRO. 1975 ആര്യഭട്ട ക്ഷേപിച്ചത്. 1975 ആര്യഭട്ട. 1947 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. 1947 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിതമായി. 2013 മംഗളയാൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. 1986. ഓക്കെ. ഇനി 1948 രാധാകൃഷ്ണ കമ്മീഷൻ വന്നത്. 1952 ഡോക്ടർ മുതലിയാർ കമ്മീഷൻ. 1956 52 ഡോക്ടർ മുതലിയാർ. 1948 രാധാകൃഷ്ണ കമ്മീഷൻ. 1952 ഡോക്ടർ മുതലിയാർ കമ്മീഷൻ. 1964 കോത്താരി കമ്മീഷൻ. 48 രാധാകൃഷ്ണൻ, 52 ഡോക്ടർ മുതലിയാർ, 64 കോത്താരി. 2009 വിദ്യാഭ്യാസ മൗലികാവകാശമായി മാറി. 2009 വിദ്യാഭ്യാസ മൗലികാവകാശമായി മാറി. 2018 SSA. 2018. 1954 പഞ്ചശീല തത്വം, ഇന്ത്യയും ചൈനയുമായി തമ്മിലുള്ള പഞ്ചശീല തത്വം ഒപ്പുവെച്ചത് 1954. അപ്പോൾ ഇത്രയും വർഷങ്ങളാണ് SCERTയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള
CRTയിൽ പറയുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത്.